എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും 0% പലിശരഹിത വായ്പാ സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം. യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ EMI സൗകര്യവും ലഭ്യമാണ്. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം. ചോക്കാട് പഞ്ചായത്തിലെ വാർഷിക പദ്ധതികൾ ഭരണസമിതി മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതായി പ്രതിപക്ഷാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഗ്രാമസഭകൾ ചേർന്ന് അംഗീകരിച്ച അന്തിമ ലിസ്റ്റുകൾ പഞ്ചായത്തിന് കൈമാറി 2 മാസമാകാനായിട്ടും തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെട്ട വ്യക്തിഗത ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ച് സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നതായും CPM വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നാളിതുവരെയായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഈ ലിസ്റ്റ് അംഗീകരിച്ചിട്ടേ ഇല്ല. നമുക്കറിയാം, ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടില്ല. നമ്മുടെ സർക്കാർ ഈ വർഷത്തിലേക്ക് പഞ്ചായത്തിലേക്ക് 6 കോടി രൂപ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഈ 6 കോടി രൂപ അനുവദിച്ചു തന്നതിൽ നമുക്ക് ഈ വർഷത്തിലേക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ തന്നത്. ഈ മാർച്ചോട് കൂടിയിട്ട് ഈ 6 ലക്ഷം രൂപ നമ്മൾ പൂർത്തീകരിച്ച് ചെലവഴിച്ചെങ്കിലേ നമുക്ക് 100% കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഇപ്പോൾ സെപ്റ്റംബർ സെപ്റ്റംബർ കഴിയാനായി. ഈ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ പഞ്ചായത്തിലേക്ക് 1 രൂപ പോലും ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ് ഇപ്പോഴും അംഗീകരിക്കാതെ കിടക്കുകയാണ്. ഇതിന് ശേഷം ഇപ്പോൾ ഓഗസ്റ്റ് 10 തീയതി ഗ്രാമസഭ അംഗീകരിച്ച് വന്നെങ്കിൽ കൂടിയിട്ട് ഇന്നിപ്പോൾ സെപ്റ്റംബർ 24 ഈ 24 വരെ ബോർഡ് വിളിക്കുകയും അതുപോലെ ബന്ധപ്പെട്ടിട്ട് ബോർഡിൻ്റെ ഇതിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടില്ല. അപേക്ഷകൾ വ്യക്തികളുടെ അടുത്തുനിന്ന് അപേക്ഷകളെല്ലാം ധൃതിപ്പെട്ട് വാങ്ങി അതൊക്കെ മാർക്കിട്ടലും എല്ലാം കഴിഞ്ഞ് ഗ്രാമസഭയിൽ കൊണ്ടുപോയി അത് അംഗീകരിച്ച് വന്ന അപേക്ഷയുടെ കെട്ട് ഇന്നും പ്രസിഡന്റിന്റെ റൂമിൽ കിടക്കുകയാണ്. അതൊരു മൂലക്കിൽ ഇന്നും അവിടെ കിടത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർക്ക് ഈ ലിസ്റ്റ് എത്തിയെങ്കിൽ മാത്രമേ, ഈ അപേക്ഷയും എത്തിയെങ്കിൽ മാത്രമേ അവർക്ക് അതായത് പ്രൊജക്റ്റുകൾ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ, നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് വരെ ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർക്കും ഈ പഞ്ചായത്തിൽ നിന്നുള്ള ലിസ്റ്റ് അംഗീകരിച്ച ലിസ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രവർത്തനവും ഇതുവരെ നടത്താൻ സാധിച്ചില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയും അതോടൊപ്പം തന്നെ ഈ ഓരോ വ്യക്തികൾക്കും ഓരോ ഗുണഭോക്താക്കൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകളാണെന്നുണ്ടെങ്കിൽ റോഡുകളൊക്കെ പല പഞ്ചായത്തുകളിലും ടെൻഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിസരത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ എന്തായി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൈമലർത്തി കാണിക്കാനേ പറ്റുന്നുള്ളൂ. ഒന്നും നടക്കാത്തൊരു പഞ്ചായത്തായി മാറുകയാണ് നമ്മുടെ ചോക്കാട് പഞ്ചായത്തുള്ളത്. ഈ മാർച്ചോട് കൂടിയിട്ട് ഈ പദ്ധതികളൊക്കെ നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ള 6 കോടി രൂപ, ഈ 6 കോടി രൂപ ഈ മാർച്ചോട് കൂടി പൂർത്തീകരിച്ചെങ്കിലേ അടുത്ത വർഷം വീണ്ടും നമുക്ക് ഫണ്ട് തരുള്ളൂ. ഈ പൂർത്തീകരിക്കാത്ത ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യം 92 ലക്ഷത്തി സംതിങ് രൂപ കഴിഞ്ഞ പ്രാവശ്യം 77 പ്രൊജക്റ്റായിട്ട് സ്പിൽ ഓവറായി വന്നു. ഈ 77 പ്രൊജക്ട് സ്പിൽ ഓവറായി വരുന്ന സമയത്ത് ഈ വർഷത്തിലേക്ക് കിട്ടേണ്ട പൈസയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പിൽ ഓവറായിട്ട് നിർബന്ധമായിട്ട് മാറ്റിവെക്കേണ്ടത് വരികയാണ്. ആ പൈസ അതിലേക്ക് മാറ്റിവെച്ചു. ഇനിയിപ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത വർഷത്തിലേക്ക് കിട്ടുന്ന പൈസ ഈ സ്പിൽ ഓവർ പ്രൊജക്ടിലേക്ക് മാറ്റിവെക്കേണ്ടത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭകൾ പാസാക്കിയ ലിസ്റ്റ് പഞ്ചായത്ത് ബോർഡ് യോഗം ചേർന്ന് അംഗീകാരം നൽകേണ്ടതിന് പകരം ലിസ്റ്റുകൾ തുറന്നു നോക്കാൻ പോലും ഭരണസമിതി തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് ലിസ്റ്റ് പാസാക്കിയ അതാത് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ലിസ്റ്റുകൾ ഇതുവരെ കൈമാറാത്തത് കാരണം ക്ഷീരകർഷകർക്ക് പാൽ സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി, വളം സബ്സിഡി തുടങ്ങിയുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ഇനിയും ലിസ്റ്റ് അംഗീകരിക്കാൻ ഭരണസമിതി കാലതാമസം വരുത്തിയാൽ തുടർന്നുള്ള മാസങ്ങളും ആനുകൂല്യങ്ങളും നഷ്ടമാകും. പദ്ധതി വിഹിതങ്ങൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുമായി 4.5 കോടിയോളം രൂപ പഞ്ചായത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കാരണം നടപ്പ് വർഷ പദ്ധതികൾ പലതും സമയബന്ധിതമായി നടപ്പാക്കാൻ സാധിക്കാതെ വരുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പദ്ധതി നടപ്പാക്കാതെ വന്നാൽ അടുത്ത വർഷത്തെ പദ്ധതി വിഹിതം കുറയാനും വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെയും വരുമെന്നും CPM മെമ്പർമാർ ആരോപിച്ചു. ഇനിയും ഭരണസമിതി അനാസ്ഥ തുടരുകയാണെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയുടെ ആ കാലയളവിന്റെ പകുതി കാലയളവ് പിന്നിടുന്ന ഘട്ടത്തിലും സാധാരണക്കാരായ ഗുണഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമസഭകളെല്ലാം കൂടി അതിന്റെ ലിസ്റ്റ് പോലും പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കാതെ പ്രസിഡന്റിന്റെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും മുറിയിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഉന്നയിക്കുന്നത്. ഇവിടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇങ്ങനെ ചുവപ്പ് നാടയിൽ കെട്ടിക്കിടക്കുകയും ലൈഫ് ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സമയബന്ധിതമായി പണം വിതരണം ചെയ്യാൻ കഴിയാതെ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ള കർഷകർക്ക്
അഗതിരഹിത പദ്ധതിയിൽ ഉൾപ്പെട്ടുള്ള സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കുറ്റകരമായ അനാസ്ഥയാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ ഭരണസമിതിയുടെ നേതൃത്വം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. കെ ഷാഹിന ബാനു, എം അൻവർ, CH നാസർ ബാപ്പു, KT സലീന, CPM ഏരിയ കമ്മിറ്റി അംഗം KS അൻവർ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ KT മജീദ്, P സിദ്ദീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Teddy Baby Diaper and Pants made for Indian baby body type.